ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കടുകുമണി എന്ന സുവിശേഷ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിലെ 26-ാമത്തെ തിരുവചനമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ആത്മാവിൻ്റെ വില. ഒരു മനുഷ്യ വ്യക്തിയുടെ ആത്മാവ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഭാഗ്യസ്മരണാർഹനായ കുണ്ടുകുളം തിരുമേനി പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ദൈവത്തിൻ്റെ ഒരു തുണ്ടം, ഒരു കഷ്ണം മനുഷ്യർ വെച്ചിരിക്കുന്നതാണ് മനുഷ്യൻ്റെ ആത്മാവ്. ഏറ്റവും ലളിതമായ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഉൽപ്പത്തി 1:26 പറയും, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മിലുള്ള ദൈവഛായ, ദൈവസാദൃശ്യം, അത് ദൈവാത്മാവായിട്ട് നമ്മിൽ ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യാത്മാവായി നമ്മിൽ തന്നൊരു സമ്മാനമാണ്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള സക്രാരി. അവിടെയാണ് ദൈവം കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ദൈവാലയം എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരം ദൈവാലയമാകുന്നതും ആത്മാവ് സക്രാരി ആകുന്നതും ഈ സക്രാരിയിൽ ത്രിത്വം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം പാപമില്ലാത്തൊരു വ്യക്തിയിൽ, വിശുദ്ധ വിശ്വാസമുള്ളൊരു വ്യക്തിയിലുണ്ടാകുന്ന ത്രിത്വ സാന്നിധ്യം, ദൈവദുരിഹിതം അറിയാനും അന്വേഷിക്കാനും അറിയാനും അനുസരിക്കാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനുമുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. ഈ ആത്മാവിൻ്റെ വില എന്തെന്നറിയണം. ആ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. മരണശേഷം അത് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോകുമെന്ന് സഭാപ്രസംഗം 12:7 നമ്മൾ വായിക്കുന്നുണ്ട്. മരണസമയത്ത് ധൂളി, പൊടി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്കും പോകുന്നു. ഈ ജീവൻ തന്ന, ആത്മാവിനെ തന്ന ദൈവം എൻ്റെ ജീവനെ, എൻ്റെ ആത്മാവിനെ തന്നിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ഒന്നാകുന്നു, ദൈവത്തിൽ ലയിക്കുന്നു, ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ ലയിക്കുന്നു. ദൈവവും ഞാനും ഒന്നാകും. പക്ഷേ ദൈവത്തിൻ്റെ ദൈവികതയിലായിരിക്കാം, അതിൽ പങ്കാളിത്തം എനിക്ക് കിട്ടുന്നു. ഞാനൊരു സൃഷ്ടിയാണ്, അവിടുന്ന് സൃഷ്ടാവാണ്. ഈ ആത്മാവിനെ അങ്ങേയറ്റം വിലപ്പെട്ടതായ ഒരു നിധിയെപ്പോലെ നമ്മൾ പരിഗണിച്ച് നമ്മൾ ആരോഗ്യത്തിലും അഭിഷേകത്തിലും സംരക്ഷിക്കണമെന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ബാക്കി അതുകൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിൻ്റെ വില അറിയണം. ഞാനൊരിക്കൽ ഒരു സിസ്റ്ററിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ കണ്ണ് കലങ്ങിയിരിപ്പുണ്ട്. സിസ്റ്ററിൻ്റെ അപ്പന് സുഖമില്ലെന്നറിഞ്ഞ് സിസ്റ്റർ വന്നതാണ്. അപ്പോൾ സിസ്റ്റർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പൻ കുറച്ചാളെ കിടപ്പിലായി. 1 മാസത്തെ അവധിയായിരുന്നു. അപ്പൻ മരിച്ചില്ല. യേശുവിൻ്റെ കൈകളിൽ അപ്പനെ ഏൽപ്പിച്ചിട്ട് സിസ്റ്റർ തിരിച്ചു പോവുകയാണ്. അപ്പൻ താൻ എയർപോർട്ടിലായിരിക്കുമ്പോൾ മരിക്കാം, യാത്രയിലായിരിക്കുമ്പോൾ അപ്പൻ മരിക്കാം. അവിടെ ചെന്നതിന് ശേഷം നൈജീരിയയിലും കണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ബൊക്കോ ഹറാം തീവ്രവാദികളുടെ ഇടയിലാണ് സിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. 60 വയസ്സിൽ കൂടുതലായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛനെ കണ്ടത് നന്നായി. എൻ്റെ അപ്പച്ചൻ്റെ മരണസമയത്ത് അപ്പച്ചൻ്റെ അടുത്തുണ്ടാകാമെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ പോയതാണെങ്കിലും അപ്പച്ചൻ മരിച്ചിട്ടില്ല. 92 വയസ്സായി. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, അപ്പൻ്റെ ആത്മാവ് നേരെ സ്വർഗത്തിൽ പോകണം. അങ്ങനെ പോകുമെന്ന് ഉറപ്പുണ്ട്. കാരണം അപ്പൻ്റെ ഒരു വിശുദ്ധനായിരുന്ന അമ്മയ്ക്ക് അറിയാം, ഈ സിസ്റ്ററിനറിയാം. സിസ്റ്റർ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ അവിടെ സുവിശേഷ വേല ചെയ്യുന്ന ഒരാളാണ്. ബൊക്കോ ഹറാം തീവ്രവാദികളുടെ ഇടയിൽ ഞെരുങ്ങുന്ന, പീഡനമേൽക്കുന്ന ക്രൈസ്തവരുടെ ഇടയിൽ അവരുടെ കൂടെ നിൽക്കും ഞാൻ. എന്നെ അവരെപ്പോഴും കൊല്ലാം. പക്ഷേ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ആത്മാക്കളെ
അവരുടെ ശാരീരിക ഭൗതികമായ സുരക്ഷിതത്വം മാത്രമല്ല, അവരുടെ ആത്മാക്കൾക്ക് ഹാനികരമാകുന്നതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അവർ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പിന്നീട് സിസ്റ്റർ ഞാൻ എൻ്റെ നമ്പറൊക്കെ കൊടുത്തു. എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരിക്കൽ ഫോൺ സൗകര്യമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വന്നപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അന്ന് ചെന്നതുകൊണ്ട് ഏതാണ്ട് 60ഓളം യുവതികളെ രക്ഷിക്കാൻ പറ്റി. 60ഓളം യുവതികളെ ബൊക്കോ ഹറാം തീവ്രവാദികളെ തട്ടിയെടുത്തു കൊണ്ടുപോകും. പിന്നീട് ഒത്തിരി മോശമായ കാര്യങ്ങൾ ചെയ്യും. അതെനിക്ക് പരസ്യമായിട്ട് TV പറയാൻ പറ്റില്ല. അത്രമാത്രം മോശമായി ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന ഈ യുവതികളെ, സ്ത്രീകളെ ഈ അമ്മ അവിടുന്ന് കാട്ടിലൂടെ നടത്തിക്കൊണ്ടുപോയി ഒരിടത്ത് ഒളിപ്പിച്ചു. ഏതാണ്ട് 7 ദിവസക്കാലം അവിടെയുള്ള കാട്ടുവാസികളായ മനുഷ്യരുടെ സഹായത്തോടെ അവരവിടെ കഴിഞ്ഞതുകൊണ്ട് പിന്നീട് പോലീസുകാർക്ക് വന്നവരെ രക്ഷിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആത്മാക്കളെ രക്ഷിക്കാനുള്ള തീക്ഷ്ണതയിലാണ് ഈ അമ്മ. ഇതിന് സമാനമായ സംഭവം ഞാൻ ഓർക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ, മുരുങ്ങൂർ ധ്യാന കേന്ദ്ര ഡയറക്ടർസിൻ്റെ ഒരു ശൈലിയാണ്. ഒരിക്കൽ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ വന്ന ഒരാൾ, അന്ന് ഞാൻ ബോംബെയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്, കാണാൻ വേണ്ടി വന്നയാൾ അച്ഛൻ്റെ അടുക്കൽ അവസാനമായിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി, അല്പം മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നു. പക്ഷേ അച്ഛൻ ശാന്തമായി പ്രതികരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നീ ഇവിടെ ഇരിക്കുക, നീ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് അങ്ങ് പോയി. എന്തോ കാര്യത്തിന് അത്യാവശ്യത്തിന് പോയതാണ്. തിരിച്ചു വന്നപ്പോഴേക്ക് ഇയാളെ അച്ഛൻ അന്വേഷിച്ചു. അപ്പം ഞാനവിടെ ഉണ്ട്, ഞാനവിടെ കാത്തു നിൽക്കുകയാണ് അച്ഛനെ. അച്ഛൻ വന്നുകൊണ്ട് ചോദിച്ചു, അയാൾ എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ എന്തോ ചീത്ത എന്തിനൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അച്ഛൻ ചങ്ക് പൊട്ടുന്ന വേദനയോടുകൂടി, അയാൾ പോയോ എന്നൊരു ചോദ്യം. അച്ഛൻ്റെ മുഖത്ത് ആ നിമിഷം കണ്ട ആ ഒരു ഭീതിയും സങ്കടവും അത്ഭുതം എല്ലാം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത്രയും ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ഒരാൾ ഇനി എന്തിനാ അച്ഛനെങ്ങനെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുന്നത്? അത് അച്ഛനെ മനസ്സിലായില്ല. അത് പോവുകയാണെങ്കിൽ ഇന്ന് 2 കൊലപാതകങ്ങൾ, 2 ആത്മാക്കളുടെ നാശം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ. ഞാനുടനെ അവിടെ താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന ഡ്രൈവർക്ക് ഇയാളുടെ വീട് അറിയാം. ഞാൻ ആ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ആ ഡ്രൈവർ തന്നെ എന്നോട് പറഞ്ഞു, ഇയാളുടെ വീട് എനിക്ക് അറിയാവുന്നതാണ്. ഇയാൾ ഒരു അധ്യാപകനായിരുന്ന ആളാണ്, ജോലി നഷ്ടപ്പെട്ടു, ഭാര്യ ഇപ്പോൾ അധ്യാപികയാണ്, ഇവർ രണ്ടുപേരും ഭിന്നിച്ചിരിക്കുകയാണ്. ആ വഴക്ക് തീർക്കാനുള്ള പനക്കലച്ചൻ്റെ പരിശ്രമത്തിനിടയ്ക്കാണ് ഈ ബഹളം ഉണ്ടാകുന്നത്, ഇറങ്ങിപ്പോകുന്നതും. ഭാര്യയോട് ഒരു തരത്തിൽ ക്ഷമിക്കില്ല എന്ന് പറയുന്നു. ജോലി നഷ്ടപ്പെട്ടു ഇയാളുടെ ഈ സ്വഭാവം നിമിത്തം. അപ്പോൾ ഞാൻ ഉടനെ ഡ്രൈവറോട് നമുക്ക് അവിടെ വരെ പോകാം. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ അവിടെ എത്തിയിട്ടില്ല. ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ഭാര്യ വാതിൽ തുറന്നു. എന്നെ കണ്ടുകൊണ്ട് ഭാര്യ ചോദിച്ചു, എന്ത് പറ്റിയാച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഭർത്താവ് ഇവിടെ എത്തിയില്ലേ? ഇല്ല, രാവിലെ പനക്കലച്ചൻ വിളിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതാണ്, കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കത്തിയിരിപ്പുണ്ട്, എപ്പോൾ വേണേലും എന്നെ കൊല്ലാം. അദ്ദേഹം വരികയാണെങ്കിൽ ഞാൻ പുറയിലൂടെ ഇറങ്ങി ഓടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവ് കയറി വന്നു. എന്നെ കണ്ട ഉടനെ ചോദിച്ചു, അച്ഛൻ്റെ തന്നെ ഇവിടെ വന്നെന്ന് ചോദിച്ചു. അധ്യാപകനായ കുറച്ച് മാന്യമായിട്ട് പെരുമാറി അദ്ദേഹം. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, സംസാരിക്കാം, ഞാനും കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2 പേരെ കുറച്ച് നേരം സംസാരിച്ച് ഞാൻ അവരെ പനക്കലച്ചൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു, ഭാര്യയും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്കും അവിടെ ചെല്ലുന്ന സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആത്മാക്കൾ 2 എണ്ണത്തിന് നാശത്തിൻ്റെ വക്കിലാണ്. അവിടെയാണ് പനക്കലച്ചൻ്റെ അയ്യോ അയാൾ പോയോ എന്നുള്ള ചോദ്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ അയാൾ തിരിച്ചു കൊണ്ടുവന്നത്. പനക്കലച്ചൻ പറഞ്ഞു, ഇവിടെ ധ്യാനം കൂടാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ധ്യാനത്തിലുള്ള ഡ്രസ്സെല്ലാം എടുക്കണം. 2 പേരുടെ ഡ്രസ്സ് എടുത്ത് വണ്ടിയിലാണ് ഭാര്യ വെച്ചു. അതുകൊണ്ട് അവർക്ക് ആഴ്ച അവിടെ ധ്യാനിക്കാൻ പറ്റി. ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാനും ആഴ്ച ഒരിക്കലും ധ്യാനിപ്പിക്കുന്നുണ്ടായിരുന്നു, ബോംബെയിലായിരുന്നെങ്കിലും. അവർ എന്നോട് ചോദിച്ചു, അച്ഛനെവിടെയാണ്? ഞാൻ ബോംബെയിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ ചോദിച്ചു. വരാൻ പറഞ്ഞു. അങ്ങനെ ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് അവിടെ 1, 2, 3 തവണ ധ്യാനം കൂടി. ഇവർ പരസ്പരം രമ്യതയിലായി. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കാൻ അയാൾക്ക് താല്പര്യമില്ല. കാരണം ഭാര്യയോട് ഉള്ള സ്നേഹം അങ്ങ് ശരിയാകുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഭാര്യയെ വേണ്ട എന്ന് പറയുന്നു. ഭാര്യ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തോടുള്ള എല്ലാ വെറുപ്പും പോയി, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നോടുള്ള വാശിക്ക് ഇയാൾ ചെയ്ത ചില തെറ്റുകളുണ്ട്, ഒരു സ്ത്രീക്കും സഹിക്കാൻ വയ്യാത്ത, അതെല്ലാം ഞാൻ മറക്കാം. അങ്ങനെ ഇരിക്കെ അവിടെ ധ്യാനിക്കാൻ വന്ന കുറച്ച് സിസ്റ്റേഴ്സ് അവരുടെ സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു അധ്യാപകൻ അവിടെ ജോലി കൊടുക്കാമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ആരാണ്? ഞാൻ പറഞ്ഞു, നിൽക്കുന്നു ഇവർ 2 പേരും. അവരെ ഞാൻ കാണിച്ചു കൊടുത്തു. അവർ കുറച്ച് ദൂരം നിൽപ്പുണ്ട്.
അവർക്ക് ജോലി കൊടുത്തു. 2 പേർക്ക് ജോലി കൊടുത്തു. ചെറിയ സാലറി തുടങ്ങിയതാണ്. പിന്നീട് ഇവരുടെ കഴിവ് കണ്ടിട്ട് അവർക്ക് ഉയർന്ന സാലറി കിട്ടി. ഇപ്പോൾ ആ 2 പേരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവർക്ക് 3 മക്കളുമുണ്ട്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പനക്കിലച്ചൻ്റെ ഒരു പ്രതികരണം, 2 ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ വില അറിയാവുന്ന അച്ഛൻ, ഈ ആത്മാക്കൾ ഇതേ രീതി പോയാൽ നശിക്കുമെന്നറിയാവുന്ന അച്ഛനാണ് അയ്യോ അവർ പോയോന്ന് പ്രതികരിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവവേല ചെയ്യണമെങ്കിൽ, ശുശ്രൂഷ ഫലപ്രദമായി ചെയ്യണമെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണമെങ്കിൽ, നമ്മുടെ തന്നെ ആത്മാവിൻ്റെ വില എന്തെന്ന് നമ്മൾ അറിയണം. മറ്റുള്ളവരുടെ ആത്മാക്കളുടെ വില അറിയണം. നമുക്ക് ആത്മാവിൻ്റെ വില എത്ര വലുതാണ് എന്നുള്ള അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ ദൈവികതയിൽ നിന്നുണ്ടായ ഈ ആത്മാവ്, മനുഷ്യൻ്റെ യാതൊരു ഇടപെടലുമില്ലാതെ ദൈവം നേരിട്ട് സൃഷ്ടിച്ച് ഞങ്ങൾ ഓരോരുത്തരും നിക്ഷേപിക്കുന്ന ഈ ആത്മാവ്, മരണസമയത്ത് അങ്ങ് തിരിച്ചെടുക്കുന്ന ആത്മാവ്, ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സക്രാരിയാക്കി അതിനെ മാറ്റി അവിടെ തിരുസാന്നിധ്യം നൽകുന്ന ഞങ്ങളുടെ ഈ ആത്മാവ്, കർത്താവ്, ഈ ആത്മാവിൻ്റെ വില മനസ്സിലാക്കി ആത്മാവിന് രോഗം വരാതെ ക്ഷീണം വരാതെ സൂക്ഷിക്കുവാനും മറ്റുള്ള ആത്മാക്കളെ രക്ഷിക്കുന്ന കാര്യത്തിൽ തീക്ഷ്ണതയോടെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടാകാനും കൃപ ഞങ്ങൾ യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.